നമസ്കാരം. ഇറാനെ വളഞ്ഞിട്ട് ആക്രമിച്ച ഫ്രാൻസും ഫ്രഞ്ച് യുദ്ധക്കപ്പലുകളും പോർവിമാനങ്ങളും തീതുപ്പി. പശ്ചിമേഷ്യയിലെ സംഘർഷം എന്ന് പറയപ്പെടുന്നത് ഒഴിയുന്നില്ല. ഇറാനെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു വൻ ശക്തി കൂടി എത്തപ്പെടുന്നു. യുദ്ധക്കപ്പലുകളും പോർവിമാനങ്ങളും ഒക്കെ വിന്യസിച്ചുകൊണ്ട് ഫ്രാൻസ് ആണ് അവിടേക്ക് എത്തപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ കണക്കിലെടുത്തിട്ട് മേഖലയിൽ വലിയ സൈനിക വിന്യാസമൊക്കെ ശക്തമാക്കിയതായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കുന്നതിനായിട്ട് റഫാൽ യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എയർ റഡാറുകളും വിന്യസിച്ചതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഫ്രഞ്ച് നാവികസേനയുടെ അഭിമാനമായിട്ടുള്ള ചാൾസ് ഡി ഗാൾ എന്ന വിമാനവാഹിനി കപ്പൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് അയച്ചതായിട്ട് മാക്രോൺ സ്ഥിരീകരിക്കുന്നു. കൂടാതെ ഖത്തർ, കുവൈത്ത്, UAE, ജോർദാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളുമായിട്ട് ഫ്രാൻസിന് പ്രതിരോധ കരാറുകളുണ്ട് എന്നും ഈ രാജ്യങ്ങളോട് രാജ്യം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമെന്നൊക്കെ അദ്ദേഹം ഊന്നിപ്പറയുന്നുള്ളത്. ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഹിസ്ബുള്ളയും ഇസ്രായേലും ഒക്കെ ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പുനരാരംഭിച്ച സാഹചര്യത്തിൽ ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണത്തെയും ഫ്രാൻസ് അപലപിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ലെബനിലേക്ക് കരയുദ്ധത്തിന് മുതിരരുതെന്ന് ഇസ്രായേലിന് ഇമ്മാനുവൽ മാക്രോൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിന് ഒരു തെളിവുമില്ല. US-ഉം ഇസ്രായേലും പറഞ്ഞ ഒരു കാര്യമെന്ന് പറയപ്പെടുന്ന പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുക. കാരണം ഇറാനെ ആക്രമിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ച ഒരു കാരണങ്ങൾ എന്ന് പറയപ്പെടുന്നത്, അതായത് ഈ ഒരു യുദ്ധമുണ്ടാക്കിയെടുത്തു, ആ യുദ്ധമുണ്ടാക്കുവാൻ ഒരു കാരണം കണ്ടെത്തുകയായിരുന്നു. ആ കാരണം പറയപ്പെട്ടത് US-ഉം ഇസ്രായേലും പറഞ്ഞ കാരണങ്ങൾ എന്ന് പറയപ്പെടുന്ന പച്ചക്കള്ളം എന്ന് പറയപ്പെടുന്ന ഐക്യരാഷ്ട്രസഭയാണ്. UN ആണവ ഏജൻസി മേധാവിയുടെ വെളിപ്പെടുത്തലെത്തപ്പെടുന്നു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ സംഘടിതമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആരോപണങ്ങളെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ആണവ ഏജൻസി അടക്കം. അപ്പോൾ ഇറാനിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് ക്രമീകൃതമായിട്ടോ ആസൂത്രിതമായിട്ടോ ആയിട്ടുള്ള യാതൊരു തര തെളിവുകളും തങ്ങളുടെ ഇൻസ്പെക്ടർമാർക്ക് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്നും ഈ അന്താരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് IAS-ന്റെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ് വലിയ തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഒരു നുണ പറഞ്ഞാണ് ഒരു യുദ്ധം ഉണ്ടായത് എന്നുള്ളതാണ്. അതേസമയം ഇറാൻ ഏകദേശം 60% പരിശുദ്ധിയോടെ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് എന്ന് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, സാധാരണ ഗതിയിൽ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഇത്രയധികം തീവ്രതയുള്ള യുറേനിയം ആവശ്യമില്ല എന്നും ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്നും ഒക്കെ ഗ്രോസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല, നിലവിൽ ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് സിദ്ധാന്തപരമായിട്ട് 10-ലധികം ആണവ പോർമുനകൾ നിർമ്മിക്കുവാൻ അവർക്ക് സാധിക്കും. എന്നാൽ ഇറാൻ ഒരു ബോംബ് നിർമ്മിച്ചു എന്നതിനോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിനോ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ സെൻട്രിഫ്യൂജുകൾ നിരന്തരം പ്രവർത്തിപ്പിക്കുകയും വലിയ തോതിൽ ആണവ ഇന്ധനം ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇത്രയധികം ഇന്ധനം ഇറാൻ ശേഖരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ലോകരാജ്യങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നത് എന്നാണ് ഗ്രോസി പറയുന്നത്. ആണവായുധ നിർമ്മാണത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ അവകാശവാദങ്ങൾ നിലനിൽക്കെ ഈ IAEA മേധാവിയുടെ ഈ പ്രസ്താവന, അതായത് ഗ്രോസിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പറയപ്പെടുന്ന പേരിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ നടത്തുന്ന വ്യോമാക്രമണങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുക എന്നതാണ്. അപ്പോൾ അതിനിടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അൽ താനി എന്നിവരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൽ സഹകരിക്കാമെന്നാണ് ഇപ്പോൾ ഉക്രൈൻ അറിയിച്ചിരിക്കുന്നത്. റഷ്യൻ ആക്രമണങ്ങളെ നേരിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കുന്നതിൽ ഉക്രൈൻ നേടിയ വലിയ പരിചയ സമ്പത്ത് പശ്ചിമേഷ്യയിൽ പങ്കുവയ്ക്കാം എന്നുള്ളതാണ് സെലൻസ്കിയുടെ വാഗ്ദാനം. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ ഒന്നിച്ചു ചേരുന്നു. ഫ്രഞ്ചുകാരാണെങ്കിലും ഖത്തർ ആണെങ്കിലും UAE ആണെങ്കിലും സൗദി ആണെങ്കിലും ഒപ്പം തന്നെ ഇസ്രായേലിന്റെ കൂടെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒപ്പം ചേർന്നതുകൊണ്ട് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് എത്തപ്പെടുന്നു. ഫ്രാൻസ് കൂടി ചേരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ ഇനി യുക്രൈൻ കൂടെ അതിനോടൊപ്പം ചേരുന്നു. മാത്രമല്ല, ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇറാനെതിരെ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ വളഞ്ഞിട്ട് ഇറാനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. ഫ്രഞ്ച് യുദ്ധക്കപ്പലുകളും പോർ വിമാനങ്ങളും ഒക്കെ ഇങ്ങനെ തീ തുപ്പിക്കൊണ്ട് വളഞ്ഞിട്ട് ഇറാനെ ആക്രമിക്കുകയും ഇറാന്റെ എണ്ണപ്പാട ശേഖരങ്ങളടക്കം കത്തിക്കുകയും ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള വലിയ യുദ്ധത്തിലേക്ക് ഇതിനെ കൊണ്ടു ചെല്ലുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനു വേണ്ടിയിട്ടുള്ള കരുത്ത് ശേഖരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും ഒപ്പം ഗൾഫ് രാജ്യങ്ങളും. കൂടാതെ ഫ്രാൻസും ഇപ്പോൾ ഉക്രൈനും കൂടി ചേർന്നിട്ടുള്ള ഒരു വലിയ സഖ്യത്തിലേക്ക് എത്തപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഇറാനെ ആക്രമിക്കുന്ന ഈ ആക്രമണത്തിൽ നിന്ന്, വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണമെങ്കിൽ റഷ്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ, റഷ്യ, ചൈന അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ കൂടി ഇറാന്റെ ഭാഗത്തേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് വളരെ ആശങ്കയോടുകൂടി ലോകം നോക്കിയിരിപ്പുണ്ട്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ
മാറ്റങ്ങൾക്ക്, വലിയ പ്രശ്നങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, വലിയ യുദ്ധങ്ങൾക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.